ചന്ദ്രയും ഭാമയും കൂടിയിട്ട് ശ്രീകാന്തിൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇവരെ കാണുമ്പോൾ ശ്രീകാന്തിന് ഭയങ്കര സന്തോഷമാവും. അതിന് ശ്രീകാന്ത് പറയും, വേഗം കയറിയിരിക്കാമേ വായു എന്ന് പറഞ്ഞിട്ട് വിളിച്ചിരുത്തുകയാണ്. അപ്പോൾ ചന്ദ്ര ചോദിക്കും, നിങ്ങളിനി ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കേണ്ട, ഞാൻ എന്താ പറയുക പട്ടിണി കിടന്നിട്ടും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇപ്പം നിൻ്റെ അച്ഛന് ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ട്, അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് വരാൻ നോക്ക്. എവിടെ എൻ്റെ മരുമോളെ എവിടെ ചോദിക്കും കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് വേഗം പോയിട്ട് വർഷേനെ വിളിക്കണം. അപ്പോൾ വർഷ വന്നിട്ട്, എന്താ ശ്രീകാന്ത് ഞാൻ കിടക്കുകയെന്ന് പറഞ്ഞില്ലേ, എനിക്ക് തലവേദനിച്ചിട്ട് വയ്യെന്ന് പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ഭാമ പറയും ചന്ദ്രയോട്, എടി നീറ്റ് നിൽക്കുക, അവൾ നിൻ്റെ കാല് തൊട്ട് തൊഴപ്പോൾ വരും എന്ന് പറയും. അപ്പോൾ ഇവർ വേഗം വന്ന് നീറ്റ് നിൽക്കും കേട്ടോ. അപ്പോഴത്തേനും വർഷ വേഗം വന്നിട്ട് ആ ചെയറിലിരുന്നിട്ട് കാലൊക്കെ കയറ്റി വെച്ചിരിക്കുകയാണ്. അങ്ങനെ വർഷ പറയും, ശ്രീകാന്ത് നീ പോയിട്ട് ഇവർക്ക് ചായ എടുക്ക് എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഭാമ അങ്ങനെ ചെവിയിൽ ചോദിക്കും, ഇതെന്താ ശ്രീകാന്ത് ഇവളുടെ ഭർത്താവാണോ അതോ ഇവിടുത്തെ സെർവൻ്റാണോ എന്നൊക്കെ തന്നെ ചോദിക്കും. അങ്ങനെ ഇവരിങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ ചന്ദ്ര പറയും, മോൾ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് വരണം കേട്ടോ ചോദിക്കുമ്പോൾ വർഷ പറയും, അതെനിക്ക് പറ്റില്ല ആൻറ്റി, കാരണം സച്ചിയേട്ടനുള്ള വീട്ടിലേക്ക് ഞാൻ വരില്ല, ആളെന്നോട് അത്രയും മോശമായിട്ടാണ് സംസാരിച്ചത് എന്നൊക്കെ പറയും. അപ്പോൾ ചന്ദ്ര പറയും, നിന്നെ നോക്കാൻ ഞാനില്ലേ, നിനക്ക് അവിടെ ഞാനുണ്ടാവും, അവൻ്റെ സ്വഭാവം അങ്ങനെയാണ് മോളെ, അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അവനെ പറ്റി നീ ചിന്തിക്കണ്ട എന്നൊക്കെ തന്നെ പറയും കേട്ടോ. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് വർഷയുടെ അമ്മ വരികയാണ്. വർഷയുടെ അമ്മ വന്നിട്ട് ഇങ്ങനെ ചന്ദ്ര പറയും, നിങ്ങളെന്ത് ആൾക്കാരാണ്, നിങ്ങളൊന്നും മകളെ ശ്രദ്ധിക്കണ്ടേ, മകൾക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക എന്നൊക്കെ പറയും. നിങ്ങൾ എത്രയും പെട്ടെന്ന് അവളെ തന്നെ ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നാക്കാൻ നോക്കൂ എന്ന് പറയും. അപ്പോൾ വർഷയുടെ അമ്മ പറയും, ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഇവളേനെ അങ്ങോട്ട് കൊണ്ടുവന്നാക്കാം, പക്ഷെ അത് നിങ്ങൾ പറഞ്ഞതുകൊണ്ടല്ല, രേവതി വന്ന് പറഞ്ഞതുകൊണ്ടാണ്, അവൾ പറഞ്ഞതിലൊക്കെ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് മാത്രം, രേവതി പറഞ്ഞുകൊണ്ട് മാത്രം എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അതൊക്കെയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.